ഈ കാര്യങ്ങൾ ശരീരത്തിൽ കുറയുന്നതും ഇത് കഴിക്കുന്നതും എങ്ങനെ മുടി കൊഴിച്ചിലിനെ ബാധിക്കുന്നു? മുടി കൊഴിച്ചൽ എന്ന് പറയുമ്പോൾ തലയോട്ടിയിൽ എന്തെങ്കിലും തേച്ച് പിടിപ്പിച്ചാൽ അത് മാറുമോ? അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും പോഷകക്കുറവ് കൊണ്ടാണോ ഈ മുടി കൊഴിച്ചിൽ ഉണ്ടാവുന്നത്? മുടി കൊഴിച്ചിൽ ഏതൊക്കെ തരത്തിലുണ്ട്, അതിന് ഇഫക്റ്റീവായിട്ട് നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്ത് മാറ്റാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ എജി, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വടക്കഞ്ചേരി, പാലക്കാട്. സാധാരണഗതിയിൽ മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത് ഒരു 4-5 വെറൈറ്റീസ് ഉണ്ട്. അതിൽ തന്നെ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ട് ടിലോജൻ എഫ്ലൂവിയം എന്ന് പറയും. അതായത് സ്ട്രെസ് അധികം ഉള്ള ആളുകളിൽ മുടി കണ്ടിന്യൂസ് ആയിട്ട് കൊഴിഞ്ഞു പോകുന്ന ഒരു പ്രകൃതം ഉണ്ടാവുക. ആൻഡ്രോജനിക് അലോപേഷ്യ, ചിലർക്ക് പാരമ്പര്യമായിട്ട് കഷണ്ടി ഉണ്ടാവുന്ന പ്രകൃതം, അങ്ങനത്തെ ഒരു മുടി കൊഴിച്ചിലുണ്ട്. അതേപോലെ തന്നെ ടിലോജൻ എഫ്ലൂവിയം എന്ന് പറയുന്ന സ്ട്രെസ് റിലേറ്റഡ്, ചിലർക്ക് മുടി ഒരുപാട് ടൈറ്റായിട്ട് കെട്ടിവെക്കുന്നത് കൊണ്ട് മുടി കൊഴിച്ചിലുണ്ടാവുക. പിന്നെ അതേപോലെ അലോപേഷ്യ ഏരിയേറ്റ എന്നൊരു തരമുണ്ട്. ഈ അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറയുന്നത് ഫുള്ളായിട്ട് മുടി കൊഴിഞ്ഞു പോവില്ല, മുടി വട്ടത്തിൽ ചെറിയൊരു സർക്കിൾ, ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് അവിടെ ഇവിടെയായിട്ട് പുഴുക്കടി എന്നൊക്കെ പറയും ചിലർ നോർമലി. അങ്ങനെ വട്ടത്തിലായിട്ടാണ് മുടി കൊഴിച്ചിലുണ്ടാവുക. ഫംഗൽ ഇൻഫെക്ഷൻസ് കാരണം ഇങ്ങനത്തെ ഒരു അലോപേഷ്യ ഏരിയേറ്റ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. സാധാരണഗതിയിൽ ദിവസവും കുറച്ച് മുടി കൊഴിഞ്ഞു പോവുക എന്നുള്ളത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ അതിൽ കൂടുതൽ, ഇപ്പോൾ ഒരു ദിവസം ഒരു 100-ൽ കൂടുതൽ മുടി പോവുകയാണ്, മാത്രമല്ല മുടിയുടെ ഷൈനിങ് കുറയുക, മുടിയുടെ അറ്റം പൊട്ടി നിൽക്കുക. മുടിയും നഖവും എപ്പോഴും നമ്മുടെ ശരീരത്തിലെ പോഷകങ്ങൾ പ്രോപ്പറായിട്ട് വലിച്ചെടുക്കുന്നുണ്ടോ എന്നതിൻ്റെ അടയാളമാണ്. നമുക്ക് മുടി നഖമൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പറയാൻ പറ്റും നമ്മൾ ഹെൽത്തി ആണോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ചിലർക്ക് ഈ പോലെ ബ്രിട്ടിലായിട്ടുള്ളത്, അറ്റങ്ങൾ ഇങ്ങനെ പൊട്ടി മുറിഞ്ഞു പോവുക, തലയോട്ടിയിലെ താരൻ ഫുള്ളായിട്ട് ഉണ്ടാവുക, മുടി എക്സസ് ആയിട്ട് കൊഴിഞ്ഞു പോവുക, മുടിയുടെ ഷൈനിങ് നഷ്ടപ്പെടുക, ഇതൊക്കെ ചില ഡെഫിഷ്യൻസി കാരണം, നമ്മുടെ ശരീരത്തിലെ ചില വിറ്റാമിനുകളും ചില കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ കുറവും കാരണം ഇങ്ങനെ ഉണ്ടാവാം. അതിലാദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡിയുടെ കുറവ് മുടിയുടെ ഉള്ള് കംപ്ലീറ്റ് ആയിട്ട് കുറയുകയും അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഷൈനിങ് നഷ്ടപ്പെടാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരു കാരണവുമില്ലാതെ ഹെയർ ലോസ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വൈറ്റമിൻ ഡി ലെവൽ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് സൂര്യവെളിച്ചത്തിനോടൊക്കെ എക്സ്പോസ്ഡ് ആവാനായിട്ട് ശ്രദ്ധിക്കാം. അടുത്ത മുടി കൊഴിച്ചിലിന് പ്രധാന കാരണമായിട്ടുള്ളത് അയൺ ആണ്. നമ്മുടെ ശരീരത്തിലെ ഇരുമ്പിൻ്റെ അംശം കുറയുമ്പോൾ ഹീമോഗ്ലോബിൻ്റെ ലെവൽ കുറയും. അപ്പോൾ ഹീമോഗ്ലോബിൻ കുറയുന്നത് പല കാരണങ്ങൾ കൊണ്ടാവാം. അപ്പോൾ നമ്മൾ ഇത് കറക്റ്റ് ഡയഗ്നോസ് ചെയ്യുന്നത് സീറം ഫെറിറ്റിൻ എന്ന് പറഞ്ഞൊരു ലാബ് ടെസ്റ്റാണ്. അപ്പോൾ സീറം ഫെറിറ്റിൻ നോക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എത്ര അയൺ സ്റ്റോർഡ് ആയിട്ടുണ്ട് എന്നത് വെച്ച് നമ്മൾ ഡയഗ്നോസ് ചെയ്യും. അപ്പോൾ അത് കുറവാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ തലയോട്ടിക്കുള്ള ആ ഒരു രക്തയോട്ടം, അതിന് കിട്ടുന്ന ഓക്സിജൻ ലെവലൊക്കെ കുറയും. അത് കുറയുമ്പോൾ തന്നെ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിന് പ്രോപ്പർ ഗ്രോത്ത് ഉണ്ടാവില്ല. കാരണം ഹെയർ ഫോളിക്കിൾസിൽ 2 തരം ഫേസസ് ഉണ്ട്. നമ്മൾ അനാഫേസ് എന്ന് പറയുന്ന ഗ്രോത്ത് ഫേസും, അതേപോലെ ഗ്രോത്ത് ഫേസൊക്കെ നിലച്ച് നിൽക്കുന്ന സ്റ്റണ്ടഡ് ആയിട്ടുള്ള ഒരു ടീലോ ഫേസും ഉണ്ട്. അപ്പോൾ രക്തയോട്ടം പ്രോപ്പറായിട്ട് എത്താതെയാവുമ്പോൾ ഈ അനാഫേസ് എന്നുള്ള ഒരു ഗ്രോത്ത് ഫേസ് ഉണ്ടാവില്ല, വളർച്ച ഉണ്ടാവില്ല. അതിന് പകരം ആ ഒരു ഹെയർ ഫോളിക്കിൾസ് മൊത്തം മുരടിച്ച പോലെ ആകും. അപ്പോൾ അതുകൊണ്ട് അയൺ ലെവൽ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. ശരീരത്തിൽ അയൺ ലെവൽ കുറവാണ് എന്നുണ്ടെങ്കിൽ അത് കൂട്ടാനായിട്ട് അയൺ അധികം അടങ്ങിയിട്ടുള്ള ചീരകൾ, മുരിങ്ങച്ചീര, എല്ലാ ചീരകളിലും തന്നെ അയൺ കണ്ടൻറ്റ് വളരെയധികം കൂടുതലാണ്. റെഡ് മീറ്റിൽ അയൺ കണ്ടൻറ്റ് കൂടുതലാണ്. ബീട്രൂട്ട്, ഡ്രാഗൺ ഫ്രൂട്ട്, നിലക്കടല, ജാഗരിയൊക്കെ ഹൈ റിച്ച് ആണ്, അയണിൻ്റെ ഒരു കലവറ എന്നൊക്കെ പറയാം. അപ്പോൾ അതും റെഗുലറായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഈ തൈറോയിഡ് രോഗമുള്ളവരിൽ മുകളിലോട്ട് മുടി കയറി പോകുന്ന ഒരു പ്രകൃതമുണ്ട്. അപ്പോൾ ഹൈപ്പോതൈറോയിഡിസം കേസസിൽ കൂടുതലായിട്ടും ഈ ഹോർമോൺ ഇംബാലൻസ് കാരണം നമ്മുടെ ശരീരത്തിന് ടോട്ടൽ എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് അതും പലരിലും മുടി കൊഴിച്ചിലിന് ഒരു കാരണമാവുന്നുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ മുടി കൊഴിച്ചിൽ എന്ന് പറയുമ്പോൾ തലയിലൊരു എണ്ണ തേച്ച് പിടിപ്പിച്ചതുകൊണ്ട് മാത്രമായില്ല, കറക്റ്റ് കാരണം കൂടെ കണ്ടെത്തി നമ്മൾ ഉള്ളിലത്തെ പ്രോബ്ലം കൂടെ അത് ടേക്ക് കെയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ ഹൈപ്പോതൈറോയിഡിസം ഉള്ള കണ്ടീഷനിൽ വെയിറ്റ് ഗെയിൻ ഉണ്ടാവുക, അതിൻ്റെ കൂടെ തന്നെ ഈ മുടി കൊഴിച്ചിൽ. PCOD ഉള്ളവർക്ക് ഇതേ ഒരു പ്രകൃതമുണ്ട്. PCOD ഉള്ളവർക്ക് അനാവശ്യ രോമം മുഖത്ത് വരിക മാത്രമല്ല, അവർക്ക് മുടി കൊഴിച്ചിലും വളരെയധികം കൂടുതലുണ്ടാവും. ഈ ഹോർമോൺ ഇംബാലൻസും തീർച്ചയായിട്ടും നമ്മുടെ ഈ തലയോട്ടിയിലെ ആ ഒരു ഹെയർ ഫോളിക്കിൾസിനെ എഫക്റ്റ് ചെയ്യുന്നു. മാത്രമല്ല ഈ കെരാറ്റിൻ എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ, കെരാറ്റിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ്. ഈ പ്രോട്ടീനാണ് നമ്മുടെ മുടിക്ക്
ആ ഒരു മുടിയുടെ ഇതിൽ കംപ്ലീറ്റ് ഇരിക്കുന്നത് ആ ഒരു പ്രോട്ടീനാണ്, കെരാറ്റിൻ പ്രോട്ടീൻ. അപ്പോൾ അതിൻ്റെ ഉൽപ്പാദനത്തിനെയും ഇത് കംപ്ലീറ്റ് ആയിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. വൈറ്റമിൻ ഡിയും അയണും ഇതിൻ്റെ കുറവുകളൊക്കെ സാധാരണഗതിയിൽ കണ്ടുവരുന്നതാണ്. എന്നാൽ നമ്മുടെ ഭക്ഷണത്തിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഉൾപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ തലയോട്ടിയിലെ ആ ഒരു രക്തയോട്ടത്തിനെ ബാധിക്കുകയും ഹെയർ ഫോളിക്കിൾസിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഗ്രോത്ത് സ്റ്റണ്ടഡ് ആയി പോകും, അതായത് ടിലോജൻ ഫേസിൽ തന്നെ സ്റ്റക്കായി പോകുന്ന ആ ഒരു രീതിയും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒമേഗ 3 അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ സപ്ലിമെൻ്റ് എടുക്കുന്നതും ഈ ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാൻ വളരെയധികം ഇഫക്റ്റീവാണ്. വിറ്റാമിൻ ഡി പൊതുവേ പുതിയ ഹെയർ ഫോളിക്കിൾസ് തളച്ച് വളരാനായിട്ട്, നമ്മൾ പറയുന്ന ബേബി ഹെയർ പോലുള്ള പുതിയ ഹെയറുകൾ വളരാനായിട്ട് വൈറ്റമിൻ ഡി ഭയങ്കര അധികം ഹെൽപ്ഫുള്ളാണ്. ഉള്ള മുടിയുടെ കട്ടി അല്ലെങ്കിൽ തിക്നെസ്, അതിൻ്റെ തിക്നെസ് കൂട്ടാനും ഒന്നുകൂടി അതിൻ്റെ ഷൈനിങ് ഒക്കെ കൂട്ടാൻ ഒമേഗ 3 തീർച്ചയായിട്ടും സഹായിക്കും. അതുപോലെ തന്നെ ഈ വൈറ്റമിൻ ഡിയും അയണും ഒമേഗ 3 പോലെ തന്നെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് വൈറ്റമിൻ B7, ബയോട്ടിൻ എന്ന് പറയും. നമ്മൾ ഒട്ടുമിക്ക ചില ഹെയർ പ്രോഡക്ട്സിലൊക്കെ ഈ ബയോട്ടിൻ്റെ ഒരു കമ്പോണൻറ്റ് കണ്ടിട്ടുണ്ടാവും. ഈ ബയോട്ടിനും നമ്മുടെ ഈ കെരാറ്റിൻ്റെ പ്രൊഡക്ഷൻ, അതായത് ഈ കെരാറ്റിനുള്ള ഹെയറിൻ്റെ പ്രോട്ടീൻ ഉണ്ടല്ലോ, അതിൻ്റെ പ്രൊഡക്ഷനെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കും. മാത്രമല്ല അത് ആൻറ്റി ബാക്ടീരിയൽ ആക്ഷനും കൂടെ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഡാൻഡ്രഫ് കൂടുതലുള്ളവർക്ക് അത് പോവാനൊക്കെ ആയിട്ട് ഈ ബയോട്ടിൻ നല്ലതാണ്. അപ്പോൾ ബയോട്ടിൻ സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കണമെന്ന് ആവശ്യമില്ല. നമ്മുടെ മുട്ടയുടെ മഞ്ഞക്കരുവിൽ എഗ് യോക്കിലുണ്ടല്ലോ, അതിൽ യെല്ലോയിൽ കംപ്ലീറ്റ് ആയിട്ടും ഈ വൈറ്റമിൻ B7 അടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് റെഗുലറായിട്ട് എടുക്കാവുന്നതാണ്. മുടി കൊഴിച്ചിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അടുത്തൊരു വൈറ്റമിനാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. പൊതുവെ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി കുറഞ്ഞു കാണുന്നത് പോലെ ഈ വൈറ്റമിൻ്റെ അളവ് ശരീരത്തിൽ കുറവായിട്ട് കാണിക്കുകയില്ല. എന്നാൽ നമ്മൾ എന്തെങ്കിലും ഓയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ, ഇപ്പോൾ നമ്മൾ ആൽമണ്ട് ഓയിൽ, ബദാം ഓയിലാണ് അപ്ലൈ ചെയ്യുന്നത്, അതുമല്ല റോസ്മേരി ഓയിൽ, ഏത് ഓയിലാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു 2-3 ഡ്രോപ്സ് ഈ വൈറ്റമിൻ ഇയുടെ ഓയിലുണ്ട്. അത് എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുതിയ ഹെയർ ഗ്രോത്തുകൾ, ഹെയർ ഫോളിക്കിൾസിൻ്റെ സ്റ്റിമുലേഷനെ കൂടുതലായിട്ടും അത് വർദ്ധിപ്പിക്കും. അപ്പോൾ അത് നല്ലൊരു ഇഫക്റ്റീവാണ്. എന്നാൽ വൈറ്റമിൻ ഇ സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കണമെന്ന് ആവശ്യമില്ല. കാരണം അത് നമ്മുടെ ലിവറിൽ അത്യാവശ്യത്തിന് നമ്മുടെ ശരീരത്തിൽ തന്നെ അത് അടങ്ങിയിട്ടുണ്ട്. ഭക്ഷണം വൈറ്റമിൻ ഇ അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണം എന്ന് പറയുകയാണെങ്കിൽ നട്ട്സും സീഡ്സിലുമാണ്. ആൽമണ്ട്, ബദാം, പിസ്ത, അതേപോലെ തന്നെ നിലക്കടല, ഇതിലൊക്കെ തന്നെ കൂടുതൽ വാൾനട്ട്, ഇതിലൊക്കെ വൈറ്റമിൻ ഇ അധികം അടങ്ങിയിട്ടുണ്ട്. സീഡ്സ് പറയുകയാണെങ്കിൽ പംകിൻ സീഡ്, ചിയ സീഡ്, ഇതുപോലുള്ള സൺഫ്ലവർ സീഡ്, ഇതുപോലുള്ള വിത്തുകളിലൊക്കെ തന്നെ വൈറ്റമിൻ ഇ കണ്ടന്റ്, ഈ ടോക്കോഫെറോൾ എന്ന് പറയുന്ന വൈറ്റമിൻ ഇ ആണ്, അത് അധികം അടങ്ങിയിട്ടുണ്ട്. ആണുങ്ങളിൽ കൂടുതലായിട്ടും ഈ ഒരു ഹെയർ ഫോൾ ആയിട്ട് അനുബന്ധിച്ചിട്ട് DHT, അതായത് ഡൈഹൈഡ്രോക്സി ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ലെവൽ കൂടി കണ്ടുവരാറുണ്ട്. ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ലെവൽ കൂടി വരുന്നത് കൊണ്ടാണ് ഇവർക്ക് ആ ഒരു ആൻഡ്രോജനിക് ബാലൻസ് എന്ന് പറയുന്ന, അതായത് കഷണ്ടി മുകളിലോട്ട് മാത്രം കയറി രണ്ട് സൈഡിൽ മാത്രം കയറി പോവുക, അങ്ങനെ. അപ്പോൾ DHT മെയിൽസിലാണെങ്കിലും ഫീമെയിൽസിലാണെങ്കിലും അതിൻ്റെ ലെവലും കൂടെ ചെക്ക് ചെയ്യുന്നത് നിർബന്ധമാണ്. ഇപ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ നോർമൽ ലെവലിനേക്കാൾ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. റോസ്മേരി ഓയിൽ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുന്നത് നമ്മുടെ ഈ DHT, ഡൈഹൈഡ്രോക്സി ടെസ്റ്റോസ്റ്റിറോൺ, ബ്ലോക്ക് ചെയ്യാൻ ഹെൽപ്ഫുള്ളാകും. മാത്രമല്ല ഈ റോസ്മേരി ഓയിലിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി, ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി കൂടുതലുണ്ട്. അപ്പോൾ തലയോട്ടിയിൽ ഈ ഡാൻഡ്രഫൊക്കെ ഫുള്ളി റിമൂവ് ചെയ്യാനും ഈ റോസ്മേരി ഓയിൽ കോസ്മോസിക് ആസിഡ് എന്നുള്ളൊരു കണ്ടൻറ്റ് പുതിയ ഹെയർ ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും ഡെഡ് സെൽസ്, നമ്മുടെ തലയോട്ടിയിൽ ഡെഡ് സെൽസ് ആയിട്ട് കിടക്കുന്നത് അതിനെ കംപ്ലീറ്റ് വാഷ് ഔട്ട് ചെയ്യാനും റോസ്മേരി ഓയിൽ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. സെബോറിക് ഡെർമറ്റൈറ്റിസ് പോലുള്ള കണ്ടീഷൻ സ്കാൽപ്പിൽ ഉള്ളവർ, അങ്ങനത്തെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർക്ക് ഈ ആലോവേര അതിൻ്റെ ജ്യൂസ്, അതായത് കറ്റാർ വാഴയുടെ ജ്യൂസ് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അതിൻ്റെ പി എച്ച് ലെവൽ നമ്മുടെ തലയോട്ടിയുടെ ആ ഒരു pH ലെവലുമായിട്ട് സെയിം ആയിട്ട് ബാലൻസ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ അതും ഇതുപോലെ ഡീറ്റോക്സ് എന്ന് പറയും, സ്കാൽപ്പ് ഡീറ്റോക്സ് എന്ന് പറയും, നമ്മൾ ലിവർ ഡീറ്റോക്സ് അങ്ങനെയൊക്കെ പറയുമല്ലോ, നമ്മുടെ പോയ്സണൊക്കെ റിമൂവ് ചെയ്യാന്ന് പറയും. അപ്പോൾ അതുപോലെ നമ്മുടെ തലയോട്ടിയിലുള്ള അനാവശ്യമായിട്ടുള്ള സെല്ലുകൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന ഒന്നാണ് ഈ കറ്റാർ വാഴയുടെ ജ്യൂസ്. നമ്മൾ യൂഷ്വലി തേക്കുന്ന വെളിച്ചെണ്ണയിൽ അതല്ല, നമ്മൾ എന്ത് ഓയിലാണോ അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചെറിയുള്ളിയുടെ ആ ഒരു നീരും കൂടെ മിക്സപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള സൾഫർ കണ്ടൻറ്റ് ഹെയറിലുണ്ട്. നമ്മൾ മെയിൻ പ്രോട്ടീൻ പറഞ്ഞല്ലോ, മുടി എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനാണ്, കെരാറ്റിൻ എന്നുള്ള പ്രോട്ടീൻ, അതിൻ്റെ ഉൽപ്പാദനം കൂട്ടും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പവർ ഹൗസ്, മുടിയുടെ ഒരു പവർ ഹൗസ് എന്ന് പറയാം ഈ ചെറിയുള്ളിയുടെ നീരെന്ന് പറയുന്നത്. അത് നമ്മുടെ
തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുന്നത് വളരെയധികം ഇഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇനി മുതൽ മുടി കൊഴിച്ചിലുണ്ട് എന്നുണ്ടെങ്കിൽ തലയോട്ടിയിൽ ജസ്റ്റ് എന്തെങ്കിലും തേച്ച് പിടിപ്പിച്ചത് കൊണ്ടായില്ല. ശരിക്കും നിങ്ങളുടെ മുടി കൊഴിച്ചിൽ ഈ പറഞ്ഞ 4-5 വെറൈറ്റിയിൽ ഏത് തരത്തിലാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. ഇതിൽ തന്നെ ഈ അലോപീഷ്യ എയറേറ്റ എന്ന് പറഞ്ഞ് വട്ടവട്ടത്തിൽ വരുന്നു എന്ന് പറഞ്ഞില്ല, അത് ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളവരിൽ നമ്മൾ വെളുത്തുള്ളി നമ്മൾ എണ്ണയിൽ ചേർത്തിട്ട് അത് ആഡപ്പ് ചെയ്യുന്നതും ഇതിൻ്റെ ഈ വട്ടവട്ടത്തിലുള്ള ആ ഒരു മുടി കൊഴിച്ചിൽ മാറിക്കിട്ടാൻ കുറച്ച് ലോങ് ടേം ആയിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ അതിനെ ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിനൊരു എരിച്ചിലുണ്ടാവും, അത് തേച്ച് കഴിയുമ്പോൾ ഒരു ബേണിംഗ് ഉണ്ടാവും. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാതെ നമ്മൾ ഓയിലിൽ മിക്സ് ചെയ്തിട്ട് തേക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനും നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഇനി മുതൽ നമ്മുടെ ശരീരത്തിൻ്റെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ കുറവ് എന്താണ് എന്ന് മനസ്സിലാക്കുക. അതാണ് മുടിയിൽ കാണപ്പെടുന്നത്. നമുക്ക് മുടി കൊഴിയുന്നുണ്ട്, അല്ലെങ്കിൽ മുടിയുടെ ഉള്ളു കുറയുന്നുണ്ട്, മുടിയുടെ ഷൈനിങ് ഇല്ല, മുടിയുടെ അറ്റം പൊട്ടിപ്പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും നമ്മുടെ ശരീരത്തിലുള്ള ചില കുറവുകൾ കൊണ്ടാണ്. അപ്പം അതും നികത്തി അതിൻ്റെ ഒപ്പം തന്നെ എക്സ്റ്റേണൽ അപ്ലിക്കേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീനേജി, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വടക്കഞ്ചേരി, പാലക്കാട്.